ധനുരാശി മെയ് 2026 മാസഫലം. നമ്മുടെ ജീവിതത്തിൽ ഗ്രഹങ്ങൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഓരോ മാസവും ഗ്രഹനിലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരെ കുറിച്ചാണ്. മെയ് 2026 ധനുരാശിയിൽ ജനിച്ചവർക്ക് എങ്ങനെയുള്ള അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്? കരിയർ, ആരോഗ്യം, സാമ്പത്തികം, പ്രണയം, കുടുംബം തുടങ്ങി എല്ലാ മേഖലകളിലും വരാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. വീഡിയോയുടെ അവസാനം ഐശ്വര്യത്തിനായി ചെയ്യാവുന്ന ചില ലളിതമായ പരിഹാരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യം കരിയർ പരിശോധിക്കാം. ധനുരാശിക്കാർക്ക് കരിയറിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മാസമാണിത്. സൂര്യന്റെയും ചൊവ്വയുടെയും അനുകൂലമായ സ്ഥാനം മൂലം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ മികച്ച അവസരങ്ങൾ ലഭിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ഈ മാസം ലഭിക്കും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ശനിയുടെ സ്വാധീനം മൂലം ജോലികളിൽ അല്പം മടിയോ മന്ദതയോ അനുഭവപ്പെട്ടേക്കാം. എത്ര തിരക്കുള്ള സമയമായാലും ഉത്തരവാദിത്തങ്ങളിൽ കൃത്യത പാലിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ പിഴവുകൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ ജോലിയിൽ അതീവ ശ്രദ്ധ പുലർത്തുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ ലഭിക്കും. എന്നാൽ മെയ് 15 ശേഷം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അനാവശ്യ യാത്രകളും നിക്ഷേപങ്ങളും ഒഴിവാക്കുക. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് 15 മുൻപുള്ള സമയം കൂടുതൽ ഉചിതമാണ്. സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ കൃത്യമായ സാമ്പത്തിക ആസൂത്രണം നടത്തുന്നത് വളരെ നല്ലതാണ്. വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നന്നായി ആലോചിക്കുക. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ മെയ് 15 ശേഷം ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാൻ പരസ്പരമുള്ള ആശയവിനിമയം വളരെ പ്രധാനമാണ്. പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിലും ഈ സമയം അല്പം ശ്രദ്ധ വേണ്ടി വന്നേക്കാം. വീട്ടിനുള്ളിൽ സമാധാനം നിലനിർത്താൻ നിങ്ങൾ തന്നെ മുൻകൈയെടുക്കുക. ചെറിയ കാര്യങ്ങൾ വലുതാക്കാതെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് മെയ് 11 ശേഷം പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്കും പുതിയ കോഴ്സുകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഇത് മികച്ച സമയമാണ്. സമയം പാഴാക്കാതെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ആരോഗ്യകാര്യങ്ങൾ പൊതുവെ തൃപ്തികരമാണ്. എങ്കിലും ശനിയുടെ ദോഷഫലങ്ങൾ മൂലം പാദവേദന, ക്ഷീണം, കണ്ണുകൾക്ക് ചെറിയ അസ്വസ്ഥത എന്നിവ അനുഭവപ്പെട്ടേക്കാം. ഇടയ്ക്കിടെ കണ്ണുകൾക്ക് വിശ്രമം നൽകാനും ധാരാളം വെള്ളം കുടിക്കാനും മറക്കരുത്. ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാം. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ മാസം കാണുന്നില്ല. ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാനും മെയ് മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും ഇനി പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് നടത്തുക. ദിവസവും ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തി ധാര വഴിപാട് നടത്തുന്നത് മനസ്സ് ശാന്തമാക്കാൻ സഹായിക്കും. ജോലിയിൽ തടസ്സം അനുഭവപ്പെടുന്നവർ സൂര്യ നമസ്കാരം ശീലിക്കുക. ചുരുക്കത്തിൽ ചെറിയ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും കൃത്യമായ ആസൂത്രണവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ധനുരാശിക്കാർക്ക് മെയ് മാസം മികച്ച നേട്ടങ്ങളുടെ മാസമായിരിക്കും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടികളാണ്. എന്നാൽ ആ വഴിയിലൂടെ നടക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഗ്രഹനില നൽകുന്ന സൂചനകൾ ഉൾക്കൊണ്ട് പോസിറ്റീവായി മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.